എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സോളാർ വഴി നമുക്ക് എങ്ങനെ മൊബൈൽ ചാർജ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു രീതിയായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അത് എങ്ങനെ അതിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ കാണാം, വീഡിയോ കണ്ട് സപ്പോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോളാർ പാനൽ ഞാൻ ഓൺലൈൻ വഴി വർത്തിച്ചതാണ്. ഇതാണ് നമ്മുടെ ബോക്സ്. ഇത് നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സോളാർ പാനൽ ഇരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് തുറന്നു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്കതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഒരു വശം നമുക്ക് ബ്ലേഡ് വെച്ചൊന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും. നമുക്ക് കണ്ടത് തുറന്നെടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു കവറായിട്ട് തിരിപ്പുണ്ട്. അതും വലിച്ചെടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. തുറന്നു കഴിയുമ്പോൾ എന്താണ്ട് വേറൊരു കവറിലാണ് മൂടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തുറന്നു നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹോൾഡർ പോലത്തെ ഇത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുകയാണ്. ആ കൂട്ടത്തിലുള്ളതാണ്. ഈ ഒരു പാക്കിങ് നല്ല കട്ടിയിൽ തന്നെ ചുറ്റിട്ടുണ്ട്. ഇതിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കിയാലേ ഉള്ളൂ നമുക്ക് അവിടെ നമ്മുടെ പാല് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പാല് വന്നിട്ടുണ്ട്. സോളാർ പാലിലാണത്. ഇതും ഒരു നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് സ്ക്രാച്ച് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി അവർ കുഴിഞ്ഞ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ കവർ കൊണ്ട് നമുക്കൊന്ന് ഊരിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സോളാർ പാനൽ കയ്യിൽ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ നല്ലൊരു ഫ്രെയിം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല റെഡ് ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ കട്ടകളൊക്കെ ഉണ്ട്. അതിൻ്റെ നമ്മുടെ ചാർജ് ചെയ്യാൻ വേണ്ടി വോൾട്ട് വരാൻ വേണ്ടിയുള്ള ഈ കട്ടകളാണ്. അത് എത്ര ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. അതിപ്പം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 കട്ടകളുണ്ട്. 11, 11, 22 രണ്ട് സൈഡിലായിട്ട് 22 കട്ടകളുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വയർ നോക്കാം. എത്ര മൾട്ടി പിന്നുകളാണ്. 5-6 പിന്നുകളുണ്ട്. പല സൈസിലുള്ളതാണ്. ഇതൊക്കെ നമുക്ക് പല വിധത്തിൽ നമുക്ക് യൂസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വയറിനാണെങ്കിലും നല്ല ഗേജൊക്കെ ഉള്ള വയർ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹോൾഡർ കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഹോൾഡറിൽ നമ്മുടെ സാധാരണ മൊബൈൽ ചാർജ് കുത്താവുന്ന രീതിയിലാണ്. അത് നമുക്ക് വേറെ എന്തെങ്കിലും എമർജൻസി ലൈറ്റോ അങ്ങനെയുള്ള ടോർച്ചുകളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഹോൾഡറാണ്. അപ്പോൾ നമുക്കിത് മൊബൈലിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമുക്ക് വർക്ക് ചെയ്യില്ല എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിലിട്ട് അതിൻ്റെ എൻ്റെ ഒരു സോക്കറ്റ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ചാർജിങ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബാറ്ററിയിലൊക്കെ ഒരു 1/2 മാർക്ക് വീതം കാണിക്കുന്നുണ്ട്. ചാർജിങ് ആയിട്ട് 94% കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്കിത് നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് നമുക്കിത് ചാർജിങ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഡ്രോപ്പായി പോകും. അതായത് നമുക്ക് ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞ് വരുന്നതായിട്ടേ കാണിക്കത്തുള്ളൂ. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് വെച്ചെങ്കിൽ മാത്രം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമുക്കിതിൻ്റെ നെഗറ്റീവ് പോയിന്റ്. മാത്രമല്ല ഇതിൻ്റെ പ്യൂറായിട്ടുള്ളൊരു കറണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. 6 വോൾട്ട് ഔട്ടുണ്ട്. 2 വാട്ടാണ് നമ്മുടെ പാനലിൻ്റെ പവർ. അന്നേരം ആകുമ്പോൾ ഇപ്പോൾ 93% ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാറ്ററിയുടെ ചാർജിൻ്റെ ഫംഗ്ഷൻ. അതായത് നമുക്ക് സൂര്യപ്രകാശം വളരെ കുറവായതുകൊണ്ടാണ്. ഞാനിപ്പം ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാനൊരു പവർ ബാങ്ക് ആയിട്ടൊരു രീതി ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ സോളാർ പാനലൊരു ബാറ്ററിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്യുവർ കറണ്ടായിട്ട് നമ്മുടെ മൊബൈലിന് കേടില്ലാത്ത രീതിയിൽ ചെയ്യാവുന്നൊരു ഫംഗ്ഷൻ ഞാനിത് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൻ അമർത്തിക്കാൻ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.